സ്വാഗതം. നമ്മളെ നക്ഷത്രമൊക്കെ വാങ്ങി വെച്ചെങ്കിലും ഇതുവരെ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മളത് ഇടുന്ന തിരക്കിലാണ് കേട്ടോ. നീടെ കട തുറയ്ക്കാം. നിന്നെ ആർക്ക് വേണമെന്ന് അറിഞ്ഞില്ല. നമ്മളപ്പോൾ കഴിഞ്ഞ ദിവസം പോയി നക്ഷത്രമൊക്കെ വാങ്ങി വന്നു. അപ്പം അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ലോങ് ആയിട്ടൊന്നും എടുക്കാൻ പോയില്ല. അപ്പം നമ്മുടെ തൊടുപുഴയിലാണെങ്കിൽ ഒരുപാട് കടകളിലെ സ്റ്റാൾസ്, ക്രിസ്മസിനോടനുബന്ധമായ കാര്യങ്ങൾ അങ്ങനെ എല്ലാം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഞങ്ങളുടെ ഒരു ദിവസം ഒരു ഷോർട്സ് വീഡിയോ പോലെ എടുക്കാം എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ട്. നല്ല രസമാണ് ക്രിസ്മസിനെ വരവേൽക്കാനായിട്ട്. നമ്മുടെ സ്ഥലം ഒരുങ്ങിയതൊക്കെ എല്ലാവരെയും, അതായത് ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുള്ളവരെയൊക്കെ ഒന്ന് കാണിക്കണം എന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ടൊക്കെ യാത്രകളിലായിരിക്കും. എന്നെ വേണമെന്നുള്ളൊരു കമന്റ് ചെയ്യുക, മമ്മീനെ വേണമെന്നുള്ള കമന്റ് ചെയ്യുക. എന്നെ ആർക്കും വേണ്ട, നിന്നെ ആർക്കെങ്കിലും വേണം. എടാ കൊച്ച ഇങ്ങ് പോരേന്ന് പറഞ്ഞു. നീ പോവോ? വേണമെന്ന് പറഞ്ഞാൽ പിന്നെ പൊക്കോളണം. വേണമെന്ന് പറഞ്ഞാൽ പൊക്കോളണം. പോവോ? അവരിങ്ങോട്ട് ഇങ്ങോട്ട് വാ. നീ മാറി. പിന്നെ ഞാൻ തവള കൊടുത്ത് വാങ്ങിയതൊന്ന് ഗൈസ്. ഇവൻ എന്നെ തവിട് കൊടുത്ത് വാങ്ങിയതാന്നാണ് ഇവൻ പറയുന്നത്. നിനക്ക് തവിട് എവിടെ നിന്ന് കിട്ടി? വലിയത്. ഏത് മില്ലിന്ന്? ആട്ടമില്ലിന്ന് കിട്ടിയെന്ന്. ഇവനെ ആട്ടമില്ലിന്ന് തവിട് കൊടുത്ത ഇവൻ എന്നെ വാങ്ങിയത്. ഇവനെ മാറി സ്റ്റാർ ഇവിടെ സ്റ്റാർ പോയി. തോണ്ടി വിട്ടു. ഇത് ഇങ്ങനെ വിട്ടപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞു. ഇവൻ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്ത് എല്ലാവരുടെ പുറകെ നടക്കുന്നതാണ് ഇവന്റെ പ്രധാനപ്പെട്ട ജോലി. എന്നിട്ട് ഞാൻ ഇവനെ വഴക്ക് പറയുമ്പോഴോ ഇവൻ 2 എണ്ണം കൊടുത്താലോ ചേട്ടൻ അപ്പം കയറി മുമ്പിൽ കയറുന്നിട്ട് സത്യം ആൻസൂട്ടനെ കാണാതെ പോയി ഗേസ്. ഈ ജനലിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും നിൽക്കുന്നത് ആരെങ്കിലും ഒരു മഞ്ഞയും ഒരു നീലയും കാണുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഇവിടെ നിൽക്കുന്നുണ്ടേ ഞങ്ങളുടെ വീട്ടിൽ. എടാ തുറക്കാൻ. എടാ നിന്നോട് നിൽക്കാൻ അവിടെ നീ ഇരിക്കരുത് കേട്ടോ. നീ നിൽക്കാനേ പാടുള്ളൂ. എന്നാ പിന്നെ പൂച്ചയ്ക്ക് കയറാൻ എളുപ്പമായി. ഇതൊക്കെ തുറന്നിട്ടാ പിന്നെ പൂച്ച. നാളെ ഇതുപോലെ പൂച്ച കയറിയിട്ട് നമ്മളത് തുറന്നത് കുറച്ച് അടച്ചാർന്നു. ഇവിടെ ആണെങ്കിൽ മോളിൽ നിന്ന് വെന്റിലേഷൻ ഒന്നും ഇല്ല. ഹോളില്ല അല്ലേ? സിറ്റ് ഔട്ടിൽ നിന്ന് നമുക്ക് ഹോളില്ല. ഹോളിൽ നിന്ന് നമുക്ക് ഒരു ഹോൾ പോലും ഇല്ല അല്ലേ? വയർ കൊണ്ടല്ലേ ഇതേന്ന് വലിക്കാൻ പറ്റുമോ? വേണ്ട ചേട്ടൻ കൂടുതൽ കറണ്ടൊന്നും തൊടാൻ പോകണ്ട, പേടിയായിരിക്കും. എനിക്കറിയില്ല. പൂച്ച പ്രാണി നിന്റെ കുഞ്ഞെന്തിയടി? അപ്പതാ നമ്മുടെ സ്റ്റാർ ഇതാണ് കേട്ടോ. ആൻസൂട്ട സ്റ്റാർ റിവീൽ ചെയ്യുന്നതായിരിക്കും. പതുക്കെ തുറക്കാം, അത് വിട്ടുപോടാ ഇറക്കാം. ഒറ്റ അടിക്ക് മിനിറ്റ് എടുക്കരുത് തൊട്ടാടാ ഇങ്ങനെ. ആ വിട്ടു അത് ഒട്ടിച്ചു വെച്ചേക്കണല്ലേ. കഴിഞ്ഞടുത്ത സ്റ്റാറിനേക്കാളും ചെറുതാണ് ചേട്ടാ ഇത്. ഇതേടാ ഇതൊക്കെ ഒട്ടിയിരിക്കുന്നുണ്ടല്ലേടാ. ഓ അത് പതുക്കെ വേണം. അത് അടച്ചേ എന്നിട്ട് പതുക്കെ ഓരോന്ന് തുറക്കുക. എടാ അടയ്ക്കടാ ആൻസേ, അല്ലേ ഇത് വിട്ടുപോരൂന്നേ. ധൃതി പാടില്ല. ഓരോന്നോരോന്നായിട്ട് വിടർത്തി എടുത്തേ. ഉള്ളിൽ കൈ ഇട്ടിട്ട് ഇത് ആദ്യം വിടർത്തി, എന്നാലാ മറ്റേത് വിടർന്ന് പോരുള്ളൂ. ഇവിടെ എല്ലാം ഒട്ടിയിരിക്കുവാ. ഇത് കണ്ടില്ലേ? നീ അതങ്ങ് വെക്കാം, അതായിരിക്കും നല്ലത്. ആ സ്റ്റാർ ഞാനൊന്ന് ഇട്ടോട്ടെ. ഞാനടുത്ത് ചേട്ട ഫാക്കിൽ നിന്നൊക്കെ സെറ്റ് ചെയ്ത സ്റ്റാർ തൂക്കാനുള്ള സംഭവം വരെ സെറ്റ് ചെയ്ത് വെച്ച് കാണുമെന്ന്. എന്നാ തീർന്നേ? നമ്മൾ കഴിഞ്ഞ തവണ അപ്പുറത്തുനിന്നാണ്, ഇവിടെ നിന്ന് തന്നെയാണ് നമ്മൾ വലിച്ചെന്ന് തോന്നുന്നു. എന്നിട്ട് ഇവിടെ ട്രീ വെച്ചില്ലേ നമ്മളിവിടെ ട്രീ വെച്ചായിരുന്നു. ഇത്തവണ ആൻസേറിൻ്റെ ശരിയാക്കിയിട്ടുണ്ട്. ഇല്ലില്ല, കഴിഞ്ഞ തവണത്തെ നീളമൊക്കെ ഉള്ളു. നിലത്ത് കുത്തല്ലാടാ ഓടിയും. നിന്നെ വിളിക്കണോ? അതിന് ചേട്ടാ അതിലെടുക്കണേ. സൈഡിൽ നിന്ന് കോണി എടുക്കാനായിട്ട് ലൈറ്റും കൊണ്ട് പോ. ഓക്കെ. അല്ലെങ്കിൽ ജനൽ തുറന്ന് ഇങ്ങനെ ഇരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ എന്തെങ്കിലും ഇത് കൊടുക്കുന്ന വെച്ചാൽ ശരിയാവില്ല. ജയ് മാലു മനസ്സിലായിന്ന്. മനസ്സിലായോ? ആ ഇരുട്ടത്തെ എങ്ങോട്ട് പോവാ ചേട്ടാ?
എല്ലാം നോക്കാം കേട്ടോ. അടി വലിയ നീളം കൂടി അതാട്ടി നോക്കാം. കൈക്ക് നീളമില്ല. അതാ പറഞ്ഞത്. നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇത് നിൽക്കാൻ പേടിയൊന്നുമില്ലേ? ഈ സ്റ്റെപ്പേ നിൽക്കാൻ ഈ കോണിയിൽ ഈ കോണി നിവർത്തിയിട്ട് വെച്ചിട്ട് കയറാൻ പറ്റുമോ? ഒറ്റ നിവർത്തി മേപ്പോട്ട് അല്ലേ? എനിക്ക് തോന്നുന്നു പറ്റുമെന്ന് നോക്കിയിട്ടില്ലേ? ആ ശരിയാ, നിവർത്താൻ പറ്റുന്നതല്ല. ഇവിടെ ഇങ്ങനെ ഒരു ജോയിൻ്റ് ഉണ്ട്. മുറ്റത്തുനിന്ന് കാണാൻ പറ്റുമോടാ? മോളി വെച്ച നക്ഷത്രം നനഞ്ഞാൽ പോകൂലേ? അല്ലെങ്കിൽ കറക്റ്റ് നടുക്ക് ഒരെണ്ണം കൊടുക്കാറുണ്ട്. മൊത്തം കാണാവോടാ? ഓ പിന്നെ ഞാനും കൂടെ നോക്കാം. സുഖമായി കാണാം. LED ഇന്നിട്ടുണ്ടോ? LED എന്നാ ഇടുന്നേ? ഒരു വലിയ നീളമുള്ള കമ്പയിൽ കുത്തിയല്ല വെക്കണേ. അവിടെ അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. ഒരു പട്ടിക പോലെ എന്തോ സംഭവത്തിൽ കെട്ടി വെച്ചേക്കണോണം. നമ്മുടെ അയലക്കത്തുള്ളവരൊക്കെ കടന്നു ലൈറ്റൊക്കെ ഓഫ് ചെയ്ത്. നമ്മളാണെങ്കിൽ ഇതേ ഇത് കുടിക്കാനുള്ള കഞ്ഞിവെള്ളം മാറ്റിയെന്ന് വെച്ചപ്പോൾ പാത്രത്തോടു കൂടി നിരക്കിക്കൊണ്ട് പോയോണായിപ്പോയല്ലോ. കുടിക്കാനുള്ള കഞ്ഞിവെള്ളം ചേട്ടൻ കഞ്ഞിവെള്ളം മാർത്തത് കഴിഞ്ഞ ദിവസം. കഞ്ഞിവെള്ളം വാർത്ത ചെരുവ ഇങ്ങനെ നിരങ്ങി പോയത്. ആ പിന്നെ ആ മുണ്ട് മടക്കി അങ്ങ് ഉടുത്തു. ഇനിയാണ് ഇതെവിടെന്നാ? ഇതെവിടുന്നാ കുഞ്ഞു നക്ഷത്രം? അതിന്റെ കണ്ടിട്ട് ശരിക്കും പോയി. ഓ ഇതിന്റെ ഓട്ട നക്ഷത്രമല്ലേ, അല്ലാതെ ചുമ്മാ റൗണ്ടല്ല അല്ലേ? ഓ ഇതെങ്ങനെ വെട്ടി സെറ്റ് ചെയ്തടാ അല്ലേ? ചേട്ടനല്ലേ ആരോടും പറയാതെ കോണിയെ കയറി നിക്കണേ? മറിഞ്ഞ വീഴുവല്ലോ. പ്രാണിയും കുഞ്ഞുങ്ങളെ എന്തോ ചെയ്യുവാ? കുഞ്ഞു പ്രാണി ചേട്ടൻ ഇവൾക്ക് റാണിന്ന് പേരിട്ടു. ഞാൻ ഇവൾക്ക് പ്രാണിന്ന് പേരിട്ടു. ഇപ്പൊ ചോട്ടുവിനെ കാണാതെ വന്നു കഴിഞ്ഞപ്പോ ഞാൻ ഇവനിപ്പോ ചോട്ടുമോട്ടു എന്ന് വിളിക്കുന്നത്. അമ്മയും മോനും കൂടെ തുള്ളി കളിച്ചിങ്ങനെ നടക്കും. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, ഞാൻ കാര്യമായിട്ടാ പറഞ്ഞേ. അപ്പോ നല്ല രസമുണ്ട് കേട്ടോ സ്റ്റാർ കാണാൻ, നല്ല ഭംഗിയുണ്ട്. കാവൽ മാലാഖമാരേ കണ്ണടയ്ക്കരുതേ, താഴെ പുൽത്തൊട്ടിലിൽ രാജരാജൻ മയങ്ങുന്നു. കാവൽ മാലാഖമാരേ കണ്ണടയ്ക്കരുതേ, താഴെ പുൽത്തൊട്ടിലിൽ രാജരാജൻ മയങ്ങുന്നു. അയ്യോ ബൾബ് ഇച്ചിരി പൊക്കണം. ബൾബ് വന്നിരിക്കുക അങ്ങ് താഴെയാ. കറക്റ്റ് ഹാർട്ടിൽ വരണം ബൾബ്. ആ അത് പൊക്ക. നല്ലതാ, സൂപ്പറാ. ഇത് നടുക്കേക്കാ. അതിന് ട്രിക്ക് നോക്കാം. ഇത് നടുക്ക് കറക്റ്റ് ഹാർട്ടിൽ വരണം ചേട്ടാ, എന്നാലേ ലൈറ്റ് സെറ്റ് ആവുള്ളൂ. എനിക്കറിയാതെ നീ അതെ കയറില്ലടാ, മറിഞ്ഞു വീഴൂടാ. ഇന്നും പറഞ്ഞിട്ട് വലിയ വർത്താനം പറഞ്ഞിട്ട് ചെറുക്ക കയറുവാ. ഇവിടെ താഴെ ഇറങ്ങടാ. എടാ ഇത് ചുമ്മാ ഇതിലായിരിക്കുന്നത്. ലെവലിലിരുന്നാലും അല്ലെ താഴെ വീഴുന്നേ. പിന്നെ എനിക്കതല്ലേ പണി. എടാ താഴെ ഇറങ്ങടാ.
എവിടെ കയറിക്കോളൂ കോല കയറി ചെറുക്കൻ. ഞാൻ തെങ്ങിന്റെ മുക്കാലും കയറില്ലാതെ വെറും കാര്യം കൊണ്ട്. ആ എൻ്റെ മുമ്പിലെങ്ങാനും ആയിരുന്നെങ്കിൽ എനിക്ക് മുകളിലേക്ക് നീ കുറച്ച് ആളത്തേക്ക് കസേരയിലൊന്നും ഇരിക്കൂലായിരുന്നു. മുകളിൽ ചെറുതായിട്ട് ഒന്നാണ് കിടന്നുണ്ടായിരുന്നു. പിന്നെ വേണ്ടാന്ന് വെച്ചു. ഞങ്ങാനും തെങ്ങി തലേ പൊക്കിയോ നക്ഷത്രത്തിന്റെ ആ സാധനം പൊക്ക്, ബൾബ് പൊക്ക്. ബൾബ് കറക്റ്റ് ഹാർട്ടിൽ വരണം. കൊണ്ടോ ഒരു അമ്മയും മോനും കൂടെ കളിച്ച് തുള്ളി കളിക്കുന്നു. ഇതോ പോകുന്നു. പ്രാണിക്ക് കുഞ്ഞുണ്ടായപ്പോൾ കൂട്ടുകൂടാ ഒരാളായി. രണ്ട് സൈഡിലും കൂടെ നിങ്ങൾ കയറുമ്പം ഒരു ബാലൻസിങ് ഉണ്ട്. ഇവന് വെയിറ്റ് ഒന്നും ഇല്ലെങ്കിലും 30 കിലോയല്ലേ ഉള്ളൂ. എത്രയുണ്ടാ നീ? 31. നമ്മളാ മെഷീനിലിടാനൊരു ബാറ്ററി വാങ്ങിയില്ലോ ഡാൻസേ. അടി ഉണ്ടാക്കുന്ന അത് പ്രാണിക്ക് രസമല്ലേ. നീ പ്രാണിയാണോ എന്റെ വയറ്റി പിടിച്ചെടുത്ത്? പിന്നെ എന്റെ കഴുത്ത് പിടിക്കുന്നു. പാവായി കുഞ്ഞ്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇവനെ. ചോട്ടു അല്ല മോട്ടു. തലയടിച്ച് നടു കുടിച്ചു. കോഴിവള്ളി ആ വള്ളിയും എടുക്ക. കോഴിവള്ളിയാ? ഇതാണ് കോഴിവള്ളി. കോഴികളെ കെട്ടിക്കൊണ്ടുവന്ന വള്ളി കോഴിവള്ളി. മണമൊക്കെ മഴ പെയ്ത് പോയി. വള്ളി ഇപ്പോൾ ഭയങ്കര മണമായിരുന്നു. നീ പോടാ. ഇപ്പം ഇനി കാർഡ്ബോർഡിനകത്ത് അടഞ്ഞുകൂടിയിരിക്കുന്ന ഉണ്ണീശോയും ആട്ടിടയന്മാരെല്ലാം പതുക്കെ പുറത്ത് വരും. എന്നാണോ? ഇന്നൊന്നുമല്ല, അത് ക്രിസ്മസ് ആകാറാവുമ്പോഴാണ്. മറ്റേ തന്നെയാണ്. ഉണ്ണി ഉറങ്ങ ഉണ്ണി ഉറങ്ങ ഉണ്ണി ഉറങ്ങ. തിരിഞ്ഞു പറട്ടെ, അല്ലെങ്കിൽ തല ഇറങ്ങും. ഇവരുടെ നക്ഷത്രം കെട്ട് തീരണം നോക്കിയാ ഞാനിവിടെ ഇരിക്കണേ. എനിക്ക് വിശക്കൊന്നുണ്ട് ഗൈസ്. തലമുടി നെറ്റ്, എനിക്ക് നെറ്റിന്ന് പറഞ്ഞ സാധനം ഇല്ലായിരുന്നു. നെറ്റി എന്നിട്ട് എനിക്ക് ഇച്ചിരി നെറ്റി ഉണ്ടാകാൻ വേണ്ടി കൊതിച്ചിട്ടുണ്ട്. ഇപ്പം ആവശ്യത്തിലധികം നെറ്റി കിട്ടി. ഇവിടെ പക്ഷേ ഇല്ല കേട്ടോ. ഇവിടെ ആയിരുന്നു വേണ്ടിയിരുന്നത്. ഇങ്ങനെ വേണമായിരുന്നു നെറ്റി. ഞാൻ എന്ത് കഷ്ടപ്പെട്ട് പുറകോട്ട് വലിച്ചാ നെറ്റി ഉണ്ടാക്കിയെടുത്തേ. എന്നിട്ടും ഒരുമാതിരി ഞാൻ ഗന്ധർവനെ പോലെയുണ്ട്. യെസ്, ഹർട്ടിലല്ല ഇരിക്കണേ. ആ വാ, ഉച്ചയോടെ മുകളിലേക്ക് വരണല്ലേ. ഹാർട്ടിൽ വരണമെന്നേ, കുറച്ചോടെ പൊങ്ങി വരണം. എടാ ഈ ബൾബ് നിർത്തടാ. ഇച്ചിരോടെ മുകളിൽ വരണ്ടേ. ചേട്ട ഇവിടെ ഇറങ്ങി എന്നിട്ട് നോക്ക്. കറക്റ്റ് എടാ എന്തടിച്ചേ? 2-3 എണ്ണം തെളിച്ചാലേടാ അത് വരുള്ളൂ. ആ നിർത്താം അവിടെ. എടാ തെളിക്കടാ ഇറക്കാം. ഇതെന്തുവാ? ആ അങ്ങനെ നിൽക്കട്ടെ. നോക്കാനാ. ഇച്ചിരി നടുക്കേക്ക് വരണ്ടേ. ആ ഹാർട്ടിൽ വരണം. ആ അടിയിലെ ബൾബ് കാണാം. അങ്ങനെ കാണരുത്. ചേട്ടൻ അറിയില്ലേ, ബൾബിൻ്റെ മുഖം നടുക്ക് വരണം. നടുക്ക് റൗണ്ടിൻ്റെ നടുക്ക് വരണം. മനസ്സിലായോ? ആ കൂർത്ത് നിൽക്കുന്നിടത്ത് വരണം ബൾബിൻ്റെ നടു. ആ തഴുകുന്ന സ്നേഹമായിരുന്നു. ആ ഇപ്പോഴൊക്കെയാടാ. ആ ഇനി മാറ്റണ്ടാ, പതുക്കെ തെളിയുന്നുണ്ട്. മിന്നി തിളങ്ങണ വെച്ചേ. ആ ഇല്ല, വൈറ്റ് വന്നാലേ അത് വരുള്ളൂ. മിന്നി തിളങ്ങണ വയ്ക്കാ. അങ്ങനെ കാണിച്ചോട്ടെ. എങ്ങനെ പറഞ്ഞ വെള്ള വരണം, വെള്ള. ആ വന്നടാ. വാവ്. മുമ്പിൽ നിന്ന് ഗോവണി മാറ്റ. എന്നിട്ട് ഈ ലൈറ്റ് ഓഫ് ചെയ്യുക, എന്നാലേ അതിൻ്റെ ഭംഗി അറിയാൻ പറ്റുള്ളൂ. ഈ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തേടാ മോനെ. ആ നല്ലതാടാ, നല്ല രസമുണ്ട്.
ചെരുപ്പ് കാണാനില്ല. നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ വർഷത്തെ സ്റ്റാർ ഇട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഒരു സ്റ്റാർ ഇട്ടു. ഇനി നമുക്ക് എത്ര സ്റ്റാറുകൾ ഇവിടെ വരാനുള്ളത് നിങ്ങൾക്കറിയാവോ? എത്ര സ്റ്റാറുകൾ നമ്മുടെ വീട്ടിലേക്ക് വരാനുള്ളതാണെന്ന് നിങ്ങൾക്കറിയാവോ? എന്നതാ? ഇനിയിപ്പോൾ നിലവിൽ ഇഷ്ടംപോലെ ചെരുപ്പുണ്ടല്ലോ, ഏതെങ്കിലും ഒരെണ്ണം ഇടാ. അവിടെ കിടക്കട്ടെ അവിടെ വിളിക്കാരാ. പിന്നെ രണ്ടും കൂടെ പൂച്ചത്തോട് പോകണം ഫസ്റ്റ്. നീ ലൈറ്റിട്ടെ. എനിക്ക് വേണ്ട. ആ ലൈറ്റിട്ടെ. എനിക്കും വേണ്ട. ഇതെവിടെന്നാ? നല്ലതാണോ? എനിക്ക് വേണ്ട. ഈ ചെറുക്കൻ എന്തെങ്കിലും തിന്നോണ്ടിരിക്കണം എപ്പോഴും. വെറുതെ ഇരിക്കൂല. അവിടെ ഒരു സെല്ലോ ടേപ്പും അല്ല, നേരെ ഇങ്ങനെ ഒട്ടിക്കാമെങ്കിൽ ഇങ്ങനെ അവിടെ ഇരുന്നോളൂ. ഇത് അല്ലെങ്കിൽ ഇത് കറങ്ങി ചെരിഞ്ഞ് നിൽക്കും. ആ ഭിത്തിയോട് കയറി വട്ടം ഇങ്ങനെ ഒരെണ്ണം. അപ്പോൾ ഇത് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ സ്റ്റാറാണ് കേട്ടോ. ഇപ്പം നമ്മുടെ കഴിഞ്ഞ വർഷത്തെ സ്റ്റാറ്. പിന്നെ കടയിൽ നിന്ന് കൊണ്ടുവന്ന സ്റ്റാറും അല്ല ഇവിടെ ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഇത് കടയിൽ നിന്ന് കൊണ്ടുവന്ന സ്റ്റാറാ. ആ, ഇത് കടയിൽ കഴിഞ്ഞ വർഷം വെച്ചായിരുന്നേ. മുള്ളം കണ്ടിരിപ്പുണ്ട്. വെള്ളം എടുത്തോണ്ട് വാടാ. ഇത് കടയിൽ നിന്ന് കൊണ്ടുവന്നാ. ഇത് കടയിൽ വെച്ചായിരുന്നു. ഇത് നമ്മൾ അവിടെ ആ വീട്ടിൽ ഇട്ടായിരുന്ന സ്റ്റാറാ നമ്മൾ ഈ തവണ കടയിൽ കൊണ്ടിട്ടത്. തുടച്ചെടുക്കണം, ചെളിയുണ്ട്. നോക്കൂ, ആ പേപ്പറിൽ തന്നെ അങ്ങ് തുടച്ച്. അത് കടയിൽ നിന്ന് മൊത്തത്തിൽ പൊടി കയറിയതാ. നമുക്ക് എല്ലായിടത്തും കൊണ്ടിടാന്നേ. വെറുതെ ഇതിന് സ്റ്റാറല്ലേ, ചുമ്മാ അങ്ങ് തെളിയിട്ടെ. എവിടെങ്ങളൊക്കെ വെക്കാം. ആ ട്രീ വെക്കല്ലോ, ട്രീയുടെ മുകളിൽ ഇങ്ങനെ വെക്കാം. ഇത് അപ്പുറത്തെ വീട്ടിലിട്ടായിരുന്നു സ്റ്റാർ ഒരു ദിവസം, ഒരു കൊല്ലം. അതിത്തവണ നമ്മൾ കടയിൽ കൊണ്ടിട്ടായിരുന്നു. പൊടി കടയിൽ നിന്ന് പൊടിയായിരുന്നു അപ്പടി. ഇല്ലാന്നേ, ഇത് അപ്പുറത്തെ വീട്ടിൽ ഞാൻ ഇട്ടായിരുന്ന സ്റ്റാറാന്നേ. അതാന്നേ കടയിൽ കൊണ്ട് വെച്ചത് കഴിഞ്ഞ തവണ. ഞാൻ നോക്കട്ടെ, ഇനി കളറൊക്കെ. അത് നനഞ്ഞത് കൊണ്ട് വേണം. ഇത് കടയിലിട്ടുകൊണ്ട് ഇത്രയും അഴുക്ക് വന്നേ. സ്റ്റാറിനുള്ളിലുള്ള ഓട്ടയല്ല ഇതുപോലെ സ്റ്റാറാലേ. അപ്പം നമ്മൾ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ സ്റ്റാർ ഇതായിരുന്നു കേട്ടോ. നമ്മൾ വൈറ്റ് ആയിരുന്നു വാങ്ങിയത്. നമ്മൾ ഇത് കരിമണ്ണൂർ ജയജയെന്ന് വാങ്ങിയതാണ്. നല്ല പെരുമഴയായിരുന്നു. എന്നെ ആൻസിനയുടെ ചേട്ടനെ അവളെ കടയിൽ കൊണ്ടുവിട്ടിട്ട് ചേട്ടൻ പോയി. എന്നിട്ട് അവസാനം ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ചുകൊണ്ട് പോരേണ്ട വന്നു. അവർ ഓട്ടോ ചേട്ടൻ പറഞ്ഞു വിട്ടൂല ജയജയിലേക്കാ. അല്ലല്ല, ഇപ്പം വാങ്ങിയതിന് ഇച്ചിരോടെ നീളം ഉണ്ടറാ. ഇപ്പം വാങ്ങിയതിന് ഇച്ചിരോടെ നീളമുണ്ട്. നമ്മൾ ആദ്യം എടുത്ത റെഡ് സ്റ്റാർ മാറ്റി വാങ്ങിയതാണ്. അതിൽ ചെറിയൊരു ഡാമേജ് ഉണ്ടായിരുന്നു. പക്ഷെ വൈറ്റ് സ്റ്റാർ നല്ലതാണ്. എനിക്ക് ഗോൾഡൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ വൈറ്റ് ഈ വർഷം അങ്ങോട്ട് ഉപയോഗിക്കാനേ കൊള്ളാവുള്ളൂ. ബോർഡ് ഇറക്കാമെന്നാ, നിന്നെ തല കീഴായിട്ട് കെട്ടിത്തൂക്കിയിട്ടാലോ, അതുപോലെ ഇരിക്കും. പിന്നെ നമ്മളൊരു LED കൂടെ വാങ്ങിയിട്ടുണ്ട്. LED ഭയങ്കര അടിപൊളി രസം, നല്ല അടിപൊളിയാണ്. തെളിഞ്ഞു കഴിയുമ്പോൾ സൂപ്പറാണ്. വേണ്ട പോണ എടാ, അത് വലിക്കല്ലേ, ബൾബ് പോവും. അങ്ങനെ ആ ബൾബ് അവിടെ വയറെ തന്നെ പിടിക്കല്ലേടാ. ഇത് പോയി കഴിഞ്ഞാൽ അവർ മാറി തരില്ല. നീ അതങ്ങ് വെച്ചേ. എടാ അതവിടെ വെക്കടാ. 1000 രൂപയാ ആ പോണത്. നീ പോ. എന്തിനാന്നേ? കാര്യം പറ. അങ്ങ് കൊണ്ട് വെച്ചേ. അപ്പോൾ ഇതാ നമ്മുടെ ട്രീ ഇവിടെ ഒരുങ്ങിയിരിക്കുന്നുണ്ട്. അത് പിന്നെ എന്നും ഇങ്ങനെ ഇരിക്കും കേട്ടോ. ട്രീ എന്നും ഇവിടെ കാണും. നമ്മൾ ഉള്ളിലേക്ക് എടുത്ത് വെക്കാറില്ല. ഇടടാ ലൈറ്റ്. ആ ലൈറ്റ് ഓർമ്മ, ആ ബൾബ് അങ്ങ് ഊരി ഇട്ടാൽ മതിയല്ലോ. സ്റ്റാറോ ലൈറ്റോ ഏതെങ്കിലും ഒരെണ്ണം കിടന്നാൽ പോരെ. നീ കൂടുതൽ കളറൊന്നും അടിക്കാൻ നിൽക്കണ്ട.
വാട്ടർ കളർ അടിച്ചിട്ട് കളിച്ചാൽ മതി. ഡിസ്കോ ബോൾ പോലെ ഇരിക്കും. പക്ഷേ പല കളറ് ഇതിൽ കൊടുത്തിട്ട് ആ റെഡിലേക്ക് സ്ഥിരമായിട്ടൊരു കളർ കൊടുക്കാം. ഇച്ചിരിയോടെ പൊങ്ങി നിൽക്കണം. സ്റ്റാർ പൊങ്ങാനല്ല പറഞ്ഞേ, ലൈറ്റ് പൊങ്ങാനാ പറഞ്ഞേ. അതിനാ സ്റ്റാർ ഇച്ചിരിയോടെ താത്തിയാൽ മതി. ഇതിപ്പോൾ ബൾബ് താഴേക്ക് ഇറങ്ങി പോകുന്നില്ലേ? കറക്റ്റ് ഹാർട്ടിൽ വരണം ആ ബൾബ്. അത് ഹാർട്ടാണ്, ഇത് ഹാർട്ടല്ല. ഇത് ബൾബ് താഴേക്ക് ഇറങ്ങിപ്പോയി. എന്താ നീ അങ്ങോട്ടേ കയറി പോണേ? ഇങ്ങനെ താഴെ പോയേ? അപ്പോൾ ദാ നമ്മുടെ 2 നക്ഷത്രവും നമ്മൾ തൂക്കിയിട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വൈറ്റും ഉണ്ട്, റെഡും ഉണ്ട്. അത് ഉരക്കല്ലേടാ, അതിൽ ചെളിയാകും നിറച്ച്. അപ്പോൾ നിങ്ങൾക്ക് ഈ 2 സ്റ്റാർസിൽ ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. അപ്പോൾ അങ്ങ് അടുത്ത ദിവസം നമ്മൾ എടാ അത് ഓടിയൂടാ ചെറുക്ക ആ കസേര. അപ്പോൾ നമ്മുടെ 2 സ്റ്റാറും ഒരു വൈറ്റും ഒരു റെഡും. അത് ഈ ഫോണിൽ കാണുന്നതിനേക്കാളും ഭംഗി സത്യത്തിൽ നമ്മൾ കണ്ണുകൊണ്ട് നേരെ നോക്കുമ്പോഴാണ് കേട്ടോ. എടാ താത്തി കൊണ്ടുപോകാനൊന്നും നിനക്കറിയില്ലേ? ചില സമയത്ത് അവനെ എടുത്ത് തൂട്ടി കൊണ്ടുപോകാൻ തോന്നും. അപ്പോൾ അതാ 2 സ്റ്റാർസ്. ഇനി ഓരോടെ വരുന്നുണ്ടൊരു LED. പിന്നെ നമുക്ക് ആ സ്റ്റാറും എവിടെയെങ്കിലുമൊക്കെ നമുക്ക് ആകെ വർഷത്തിൽ ഒരു ക്രിസ്മസേ വരുന്നുള്ളൂ. ഇനി നമുക്ക് കിടക്കുവാണ് മറ്റ് ബൾബുകളൊക്കെ ഇടാൻ, ഇലൂമിനേഷൻ. അതൊക്കെ നമ്മൾ ഓരോ ദിവസം വരും ദിവസങ്ങളിലൊക്കെ കുറച്ച് ഇലൂമിനേഷൻ വാങ്ങണമെന്നുണ്ട്. അങ്ങനെ നമ്മൾ മുറ്റത്തെ സ്റ്റാർ അലങ്കാരങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ പെരയ്ക്കകത്തുള്ള സ്റ്റാർ അലങ്കാരങ്ങൾ കുത്തുന്ന പ്ലഗുകളെല്ലാം തപ്പി നടക്കുന്ന ചേട്ടൻ. ദാ സ്റ്റൂളിൽ നിന്നും ജനലിലേക്ക് വലിഞ്ഞു കയറിയിരിക്കുന്ന ചേട്ടൻ. അകലെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഭിത്തിയിൽ പല്ലി ഒട്ടിപ്പിടിച്ചതുപോലെയൊക്കെ തോന്നും. നീല ഷർട്ടും ചുവന്ന ബ്ലാക്ക് മുണ്ട് കൊടുത്ത ഒരു പല്ലിക്കുഞ്ഞിനെ പോലെ ഇരിക്കുന്ന ചേട്ടൻ. ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കൂ. നിനക്ക് പറ്റിയത് ഇതൊക്കെയാടാ. നടക്കണ സ്റ്റാർ തുടച്ചിട്ടെടുക്കുക, നിറച്ച് പൊടിയാ. എവിടെ? അത് നിറച്ച് പൊടിയാണല്ലോ. നിനക്ക് ജലദോഷമുള്ളതല്ലേ? ആ ചെറുക്ക തല വെച്ച് അത് കീറി. ഇനിയിപ്പോൾ അത് ഇടാനും പറ്റില്ല. തെളിഞ്ഞില്ലേ? ഇപ്പം ചേട്ടൻ മിന്നും കുത്തി പോയേനെ. അപ്പോൾ അതാ നമ്മുടെ സ്റ്റാറൊക്കെ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും സ്റ്റാറൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, എല്ലാ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കുക. ആകെ നമുക്ക് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് കമൻറ്റ് ബോക്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കമൻറ്റുകൾ, ഓരോരുത്തരുടെയും കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കും. വെറുതെ ലവും സ്റ്റാറും ലൈക്കൊക്കെ ഇട്ടിട്ട് നിങ്ങൾ പോകാതിരിക്കുക. എന്തെങ്കിലും കുറേ കാര്യങ്ങളൊക്കെ പറയുക. എനിക്ക് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളെ എനിക്ക് അറിയാനായിട്ടൊക്കെ ഈ കമൻറ്റിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ഡിസൈനിങ് ബിന്ദുസ് ഡ്രീംസ്. ബൈ.